മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവിൽ പുറത്തുവന്ന കണക്കിലെ സത്യം എന്താണ്? സർക്കാർ കോടതിയിൽ സമർപ്പിച്ച കണക്കെന്ന നിലയ്ക്ക് വലിയ വിമർശനങ്ങൾ ഉയർന്നുവന്നു. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയെന്നും 359 മൃതദേഹം സംസ്കരിക്കാൻ ചെലവ് 2,76 ലക്ഷമെന്നുമുള്ള കണക്ക് കേട്ട് ജനം വാ പൊളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിശദീകരണം വരുന്നു. കോടതിയിൽ കൊടുത്തത് ചെലവായ തുകയല്ല, അനുമാന കണക്കാണ്. വാർത്ത വന്നയുടൻ കേരള സർക്കാരിന്റെ അഴിമതിയെന്ന് വിമർശിച്ച BJPയും മറുപടി പറയേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ദുരിതാശ്വാസ മാനദണ്ഡത്തിൽ തുക എത്ര തുച്ഛമാണ് എന്നതിൽ കണക്കിലെ സത്യമെന്ത് എന്നതാണ് ചോദ്യം. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി പ്രശാന്ത് മലവയൽ, വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധിയാണ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിനിധി ശ്രീ PK ഫിറോസ് എന്നിവരാണ്. ആദ്യം ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോവുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വലിയ കണക്കുകളാണല്ലോ രാവിലെ പുറത്തു വന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കാണ്. അതിൽ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിന് വന്ന ചെലവുകൾ എന്ന നിലയ്ക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 എന്നും മുഴുവൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 2 കോടിയിൽ പരം രൂപയായെന്നും ഉള്ള കണക്കുകൾ വന്നു. മാത്രമല്ല വോളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ 4 കോടി രൂപ ചെലവിട്ടു എന്നതിൻ്റെ കണക്കുകളും പുറത്തു വന്നു. പക്ഷേ ഇതൊരു ചെലവായ കണക്കല്ല, അനുമാന കണക്കാണ്. കേന്ദ്രത്തിൽ നിന്നും കിട്ടാൻ വേണ്ടി നൽകിയ കണക്കാണ്. അതേ കണക്കുകൾ കോടതിയിലും സമർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിശദീകരണം. കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, നോക്കൂ, ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരുന്നു. ആ ജഡ്ജ്മെൻറ്റ് 20 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ ഇത്തരത്തിൽ സർക്കാർ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടം കേരള എന്ന് പറയുന്ന ആ ഡോക്യുമെൻറ്റിനെ കോട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് NDRFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ SDRFനെ സംബന്ധിച്ച്, നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടേണ്ട ഫണ്ടിനെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായി നോംസ് ഉണ്ട്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുണ്ട്. ആ അപേക്ഷകളെ സംബന്ധിച്ച് പിന്നെ 2023 പുതുക്കിയിട്ടുള്ള ആ നോംസ് അനുസരിച്ച് 11 പേജുള്ള ആ നോംസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നും ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിലും എത്ര രൂപ വീതം നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അതനുസരിച്ച് തന്നെ ഇപ്പോൾ ജഡ്ജ്മെൻ്റ് കോപ്പി എടുത്താൽ ആ കോപ്പിയുടെ പേജ് നമ്പർ 5 പറയുന്നത് 5 പാരഗ്രാഫ് 3 അവിടെ മുതലാണ് തുടങ്ങുന്നത്. അസസ്മെൻറ്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ SDRF നോംസ്. അവിടെ ഹ്യൂമൻ ഫെർട്ടാലിറ്റീസിനകത്ത് പറയുന്നുണ്ട് മൊത്തം 359 പേര് നഷ്ടപ്പെട്ടുവെന്നും അവർക്ക് ഓരോരുത്തർക്കും 4 ലക്ഷം രൂപ വീതം 14.36 കോടി രൂപ. അതിന് പരമാവധി ലഭിക്കുക 4 ലക്ഷം രൂപ ആയതുകൊണ്ടാണ് അങ്ങനെ ആ തുക കാണിച്ചിരിക്കുന്നത്. അതിന് ഒരു തെറ്റുമില്ല. എന്നാൽ ഇഞ്ചുറീസിനെ സംബന്ധിച്ച് 60% കൂടുതൽ അംഗവൈകല്യം സംഭവിച്ചവർക്ക് എത്ര, 40%-നും 60%-നും ഇടയ്ക്കുള്ളവർക്ക് എത്ര രൂപ, പിന്നെ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്നനുസരിച്ചുള്ള നോംസ്, അതൊക്കെ കൃത്യമായിട്ടുണ്ട്. ആ നോംസ് അനുസരിച്ച് ക്ലെയിം ചെയ്യുന്നതിന് ഒരു തർക്കവുമില്ല. എന്നാൽ ഇവിടെ പറയുന്നതാണ് ഞങ്ങളുടെ പിന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണെന്നല്ലേ ഇപ്പോൾ സർക്കാർ പറയുന്നത്. അത് പച്ചയായ കള്ളമാണ്. ആക്ച്വൽസ് എന്ന് തന്നെയാണ് കോടതി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെന്റിലുള്ളത്. കോടതി കോട്ട് ചെയ്തിരിക്കുന്നതും ആക്ച്വൽസ് എന്ന് തന്നെയാണ്. ആ ആക്ച്വൽസ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം വന്നല്ലോ. ആ വാചകം കൂടി വായിച്ച ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. ഈ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽ പെടുത്താനാകില്ല. ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുക എല്ലാ ചെലവും അതിൽ പെടുത്താനാകില്ല. ശരിക്കുള്ള ചെലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണ്. അതിനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റും കണ്ടെത്തും. ഇതാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്. അത് 100% ശരിയാണ്. നോക്കൂ, നമുക്ക് ഈ പറയുന്ന SDRFൽ നിന്ന് NDRFൽ നിന്ന് തുക ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അതിനൊരു നോംസ് ഉണ്ട്. ആ നോംസ് അനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യത്തെ പാരാമീറ്റേഴ്സിനെല്ലാം കൃത്യമായി നോംസ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആക്ച്വൽസ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. ഞാൻ എൻ്റെ കൈവശമുള്ളത് ഇതിൻ്റെ നോംസാണ്. SDRFൻ്റെ പിന്നെ ഇത്തരത്തിൽ എയ്ഡ് കിട്ടുന്നതിനുള്ള 11 പേജുള്ള നോംസാണ്. ആ നോംസിൽ വളരെ സ്പെസിഫിക്കായി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ആക്ച്വൽസ്. എന്താണ് ആക്ച്വൽസ്? ആക്ച്വൽസിനെ സംബന്ധിച്ച് പറയുന്നത് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ്. ഒരു പാരാമീറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് നീഡ് ബൈ SEC, ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് നീഡ് ബൈ SEC എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം ഇൻ കേസ് ഓഫ് NDRF. അപ്പോൾ അത് വളരെ കൃത്യമായി പറയുന്നു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തിനാണ്? SDRFൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൻ്റെ ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് നീഡ്,
അതിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് പിന്നെ അവർ റെക്കമെൻഡ് ചെയ്യുകയും അതിനെ പിന്നീട് സെൻട്രൽ അസസ് ചെയ്യുകയും എന്നാൽ സെൻട്രൽ ടീം അത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് ആക്ച്വൽ ആകുന്നത്. ഇവിടെ അസസ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ അസസ് ചെയ്യുമ്പോൾ ആക്ച്വൽസ് എന്ന ഫിഗർ ബ്രാക്കറ്റിലെല്ലാം ആക്ച്വൽ എന്ന് കൊടുത്തിട്ടുണ്ട്. താങ്കൾ നോക്കിക്കോളൂ, ആ ജഡ്ജ്മെൻ്റ് പേജ് നമ്പറിൽ ഫോർ എക്സാമ്പിൾ പേജ് നമ്പർ 6 താങ്കൾ നോക്കിക്കോളൂ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പി ബൈ റോഡ് ആക്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് എന്താണ്? ആക്ച്വൽസ് 4 കോടി രൂപ എന്ന് പറയുമ്പോൾ ആ ആക്ച്വൽസിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പോസൽ വെച്ച് സെൻട്രൽ NDRFന്റെ ടീം അംഗീകരിക്കുന്നതാണ് തുക. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ആക്ച്വൽ ആകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി ആ ആക്ച്വൽസിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ ജഡ്ജ്മെന്റ് തന്നെ പേജ് നമ്പർ 6 പാരഗ്രാഫ് 2.6 ഖണ്ഡിക 2.6 പറയുന്നു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഹയറിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്. അവിടെ പറയുകയാണ് ഹെവി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? JCB, ഹിറ്റാച്ചി, ക്രെയിൻസ്. അതിന്റെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 15 കോടി രൂപയാണ്. 15 കോടി രൂപ എന്തിനാണ്? റെസ്ക്യൂ ഓപ്പറേഷൻ മാത്രമാണ്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് 15 കോടി രൂപ. തൊട്ടടുത്ത പേജിലേക്ക് നിങ്ങൾ നോക്കൂ, 7ാമത്തെ പേജിൽ നോക്കൂ. അവിടെ ക്ലിയറിംഗ് ഓഫ് അഫക്റ്റഡ് ഏരിയാസ്, അതിന് ഇത്തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടി 30 ദിവസത്തേക്ക് ചിലവാകുന്ന തുകയായി കാണിച്ചിരിക്കുന്നത് 36 കോടി രൂപയാണ്. എന്ന് പറയുമ്പോൾ 51 കോടി രൂപ ഇത്തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ്സിന് അവിടെ ചിലവാക്കി എന്നാണ് ആക്ച്വൽസായി സർക്കാർ കോടതിയിലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ട് നോംസ് അനുസരിച്ച് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് 2500 രൂപ വീതം അവർക്ക് വസ്ത്രം വാങ്ങാനും അവരുടെ കിച്ചൺ യൂട്ടിലിറ്റീസ് യൂട്ടൻസിൽസ് വാങ്ങാൻ വേണ്ടി 2500 രൂപ, അങ്ങനെ 5000 രൂപ വീതം അവർക്ക് നൽകാവുന്നതാണ്. അതനുസരിച്ച് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്നതിന് കൃത്യമായി കണക്കും പറയുന്നുണ്ട്. 2.3 പറയുന്നുണ്ട് ക്ലോത്തിങ് ആൻഡ് യൂട്ടൻസിൽസ്, അതിന് കൊടുത്തിരിക്കുന്നത് 1,35,000 രൂപയാണ്. എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? വളരെ കൃത്യമായി പറയുന്നത് 2007 കുടുംബങ്ങൾക്ക് 5,000 രൂപ വീതം 2,500 വെച്ച് 5,000 രൂപ വീതം കൊടുത്തിരിക്കുന്നു. എന്നാൽ വീണ്ടും ക്യാമ്പിലേക്ക് റിലീഫ് മെഷേഴ്സ്, ടെമ്പററി അക്കോമഡേഷൻ വേണ്ടി ക്ലോത്തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വസ്ത്രം വാങ്ങിയെന്നല്ലേ? 11 കോടി രൂപ. അപ്പോൾ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം എത്രയാണ്? 4,102 പേരാണ്, ഇൻഡിവിജ്വൽസ് ആണ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന പറഞ്ഞിരിക്കുന്നത്. 4,102 പേരുണ്ടായിരുന്ന ക്യാമ്പിൽ അവർക്ക് അവിടുത്തെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി, അവർക്ക് അല്ലാതെ തന്നെ എല്ലാവർക്കും 2,500 രൂപ കൊടുത്തു. കൂടാതെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി അവർക്ക് ചിലവായിട്ടുള്ളത് 11 കോടി രൂപയെന്നാണ്. അപ്പോൾ പെർ ഹെഡ് വരുന്നത് എത്രയാണ്? 26,816 രൂപയാണ് പെർ ഹെഡ് വസ്ത്രത്തിന് വേണ്ടി മാത്രമായി ചിലവാക്കിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ ശരിയാകുക? നോക്കൂ, ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ, അവിടെ വെള്ളപ്പൊക്കമുണ്ടായി, ആ വെള്ളം കെട്ടിക്കിടന്നത് ഒഴുക്കി കളയാൻ വേണ്ടി 3 കോടി രൂപ ചിലവാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെനി പാർട്സ് ഓഫ് ദ അഫക്റ്റഡ് സെറ്റിൽമെന്റ്സ് ഹാഡ് വാട്ടർ പോണ്ടിങ്. ദിസ് നീഡഡ് ടു ബി ഡ്രെയിൻഡ് ഔട്ട്. ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ഈസ് 3 crores. ആക്ച്വൽസ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചിലവായതാണെന്ന് പറയുന്നുണ്ട്. ആ പറയണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കണം. അങ്ങനെ ഇത്തരത്തിൽ അതിനിടയ്ക്കാണ് ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ സ്ഥലം കൊടുത്തിട്ടുള്ളത് ഒരു തോട്ടമാണ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു മൈക്കിംഗ് കൊണ്ടുവന്നു. അവിടെ നമ്മുടെ എല്ലാ മതപുരോഹിതരും വന്നു. അവിടെ ഈ ശവശരീരങ്ങൾ മറവ് ചെയ്തു. അവിടെ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന് 70,000 രൂപ വീതം 359 ബോഡികൾക്ക് ആക്ച്വൽസ് ആയിട്ട് 2,76,70,000 രൂപ വസൂലാക്കാൻ വേണ്ടി അഥവാ ഇവിടെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോംസ് അനുസരിച്ച് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കുക തന്നെ വേണം. താങ്കൾ തുടക്കത്തിൽ വായിച്ച ചീഫ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എൻഡോസ് ചെയ്യുന്നു. പോന്നു പോരാത്തതാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വീണ്ടും അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ പോന്നു പോരാത്തതിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തും. പക്ഷേ NDRFൽ നിന്ന് ലഭിക്കേണ്ട, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട തുകയെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം. കൊടുക്കുന്നത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. കൊടുത്താൽ മാത്രം പോരാ, നിയമാനുസൃതം ലഭിക്കേണ്ടത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് മാത്രമാണ് കോൺഗ്രസിനെ ഇക്കാര്യത്തിലുള്ള ഒരു പരാതിയായി പറഞ്ഞത്. ഒരു വലിയ ചെലവിലേക്ക് സർക്കാർ പോയി എന്നുള്ളതല്ലോ, ചെലവായിട്ടില്ല എന്നുള്ള കാര്യം വിശദീകരിക്കുന്നു ചീഫ് സെക്രട്ടറി. ചെലവായിട്ടില്ല, എസ്റ്റിമേറ്റ് തുകയാണ്, കിട്ടേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്ന് തുച്ഛമായ തുകയെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കണക്കുകൾ അല്പം പെരുപ്പിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാലേ കിട്ടുകയുള്ളൂ എന്നൊരു സാഹചര്യം. അപ്പോൾ അത് മേടിച്ചെടുക്കണം എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് താങ്കൾ പറഞ്ഞതിൽ നിന്നും? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് നോംസ് വെക്കുന്നത്? എന്തിനാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത്?
ഒരു കലാമിറ്റി ഉണ്ടായാൽ ആ കലാമിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട, നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പിന്നെ സഹായം ലഭിച്ചേ മതിയാകൂ. അത് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും ആളുകളെയും പുനരധിവസിപ്പിച്ചേ മതിയാകൂ. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ എല്ലാവരും പിന്നെ സംഭാവന ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംഭാവന ചെയ്തതിൻ്റെ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുകയുണ്ട്. കേന്ദ്ര സർക്കാർ നിയമാനുസൃതം നൽകേണ്ട തുക നൽകുക തന്നെ വേണം. അത് നിയമാനുസൃതം നൽകുന്നതിന് പകരം എക്സാജറേറ്റ് ഞങ്ങൾ കുറച്ച് കൂടുതൽ എഴുതി കൊടുക്കുന്നു, അവർ തരുന്നത് തരട്ടെ എന്ന് പറയുന്നത് പോരാ. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കൃത്യമായി കിട്ടണം. അനുസരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി. അതെ, പ്രശാന്ത് മലവയൽ, BJP പ്രതിനിധി, ഇത് വലിയ അഴിമതിയിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ വാർത്ത ഉടൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. പക്ഷേ ദുരന്ത നിധിയിൽ നിന്നും കിട്ടുന്ന പണം എത്ര തുച്ഛമാണ്. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ഒരു വീടിന് 1.3 ലക്ഷമാണ് കിട്ടുക. അതായത് പൂർണ്ണമായും തകർന്നാൽ വീടുകളുടെ കണക്ക് 2 കോളത്തിലാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1555 വീടുകൾ തകർന്നു എന്നുള്ളത് അത് അന്നത്തെ കണക്കാണ്, പൂർണ്ണമായ കണക്കല്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായി കണക്ക് കൊടുക്കുന്ന സമയത്തിലല്ല ഇത് കോടതിയിൽ സമർപ്പിച്ച, ഭാഗ്യമായ സന്ദർഭത്തിലാണ്, അത് തിരച്ചിൽ നടക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഭാഗിക നഷ്ടത്തിന് കേന്ദ്രം കൊടുക്കുന്ന പൈസ എന്നുള്ളത് വെറും 6500 രൂപയാണ്. ആക്ച്വൽസിൽ അത് 2 ലക്ഷം രൂപയാക്കി എഴുതിയിട്ടുണ്ട്. 2 ലക്ഷമെങ്കിലും വേണം എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ കണക്ക് എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തിന് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. കേന്ദ്രത്തിൽ ദുരന്ത നിധിയിൽ നിന്ന് കിട്ടുന്ന പണം കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇവിടെ കൊടുക്കേണ്ട കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്താൽ അത് അംഗീകരിച്ച് തരാമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ ദുരന്ത മേഖല സന്ദർശിച്ച് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ, ഇത് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കി തരേണ്ട ഏറ്റവും വലിയ ആള് തന്നെ ഇവിടെ വന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഇവർ പിന്നെ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ സംവിധാനം, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, മറ്റുള്ള ആളുകൾ മുഴുവൻ എന്താണ് അപ്പോൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുള്ളത്? പ്രധാനമന്ത്രി വന്ന് വെറുതെ അങ്ങ് പോവുകയല്ലല്ലോ ചെയ്തത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. പണം പുനരധിവാസത്തിനൊരു പ്രശ്നമാകില്ല. ഇവിടെ പുനരധിവാസത്തിന് മാത്രമല്ല പ്രശ്നം. ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്, ഇന്നലകളെ ഞങ്ങൾ എവിടെയും തള്ളി പറയുന്നില്ല. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നലകളെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്നത് ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള കണക്കുകളും കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ അനുസരിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിൽ അവ്യക്തത മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അവ്യക്തത മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറയുന്നത് തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നാളേക്കുള്ള കാര്യങ്ങളാണെങ്കിൽ പെർമനന്റ് പുനരധിവാസം എന്നുള്ളത് പുത്തുമലയെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ അവിടുത്തെ പുത്തുമലയുടെ ആളുകൾ ഇന്നും ദുരവസ്ഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആശങ്കയിലുണ്ട്. അപ്പൊ പെർമനന്റ് പുനരധിവാസത്തിന് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം കള്ളരേഖയുണ്ടാക്കി കള്ളരേഖ ചമച്ചുകൊണ്ട് ഇത് മുഴുവൻ വാങ്ങിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ അത് അംഗീകരിച്ച് നോക്കിയിരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്കുകളിലെല്ലാം നമുക്കറിയാം, മൃതദേഹങ്ങളുടെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ, മറ്റെല്ലാം പോട്ടെ, മൃതദേഹങ്ങളുടെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും എത്രയാണ് അതായത് ഇവ പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരം 2,76,00,000 രൂപ മൃതദേഹം സംസ്കരിക്കുന്നതിനും വേണ്ടി മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ചെറിയ കണക്ക് പറയാം. അവിടെ സേവാഭാരതി 64 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ ആരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. പള്ളി കമ്മിറ്റി 49 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ കൈപ്പറ്റിയതായിട്ട് നമുക്കറിവില്ല. മറ്റൊരു പള്ളി 17 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ കൈപ്പറ്റിയതായിട്ട് അറിയില്ല. CSI പള്ളി 9 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല 1 രൂപ കൈപ്പറ്റിയത്. അങ്ങനെ 147 സംസ്കാരങ്ങൾ നടന്നതിന് 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ചെലവായിട്ടില്ല. നാളെ ചെലവാക്കുകയും വേണ്ട. പക്ഷേ
ബാക്കി വരുന്ന സർക്കാരിന്റെ കണക്കിൽ തന്നെ 212 മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ ശരി 2.76 കോടി എന്ന് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സംഖ്യ. അങ്ങനെ നോക്കുമ്പോൾ 212 സംസ്കാരത്തിന് 1,30,000 രൂപ. നോക്കൂ ശ്രീ പ്രശാന്ത് മലവയൽ, ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചൊക്കെ നമ്മൾ തത്സമയം ലൈവായി കൊടുത്തതാണല്ലോ. അതെങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഈ വസ്ത്രങ്ങളുടെ കാര്യമായാലും ക്യാമ്പുകളിൽ വസ്ത്രം എത്തുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിച്ച കണക്കിന് താങ്കൾ മറുപടി പറഞ്ഞില്ലെന്നേ. ഒരു വീടിന് 1.3 ലക്ഷമാണ് കിട്ടുക. അതായത് പൂർണ്ണമായും തകർന്ന വീടിന് 1.5 ലക്ഷത്തിന് 1.3 ലക്ഷത്തിന് ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? ഈ പെരുപ്പിച്ച കണക്ക് ചോദിക്കാതെ കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാത്ത അവസ്ഥയാണെന്നേ. എന്തു ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു അങ്ങനെ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ കേന്ദ്രം തരുന്നില്ല എന്ന്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിട്ടില്ല, ഇതുവരെ ഞങ്ങൾ ചോദിച്ചൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മളത് കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് തന്നില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഈ വയനാടുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പൂർണ്ണമായും പരിശോധിച്ച് സർക്കാർ കൊടുക്കുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പിലുള്ള നമ്മുടെ ചരിത്രമുണ്ടല്ലോ. പല ഘട്ടങ്ങളിലായി കേരളത്തെ അവഗണിച്ച ചരിത്രമുണ്ട്. ചോദിച്ചത് തന്നിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബജറ്റിൽ നമുക്ക് എന്താണ് വെച്ചിട്ടുള്ളത്? കേരളത്തിൽ എന്താണ് വെച്ചിട്ടുള്ളത്? എല്ലാ വർഷവും ഇവിടെ പ്രശ്നങ്ങളല്ലേ. എന്താണ് തന്നിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. കേന്ദ്രവുമായി ഒരു പോരിന് പോകാൻ സംസ്ഥാനത്തിന് പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ പ്രശാന്ത് മലവയൽ, നയത്തിൽ പോകുകയേ വഴിയുള്ളൂ. അങ്ങനെയല്ല, നയത്തിൽ പോകണം. ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റ് സംവിധാനങ്ങളുമായിട്ട് കോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ പുറകോട്ട് പോകേണ്ടി വരും. ഞാൻ പുത്തുമല നിങ്ങളോട് ആവർത്തിച്ചു, തുടക്കത്തിൽ തന്നെ ഞാൻ ആവർത്തിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ദുരവസ്ഥ, അവിടെ ചോർന്നൊലിക്കുന്ന കൂരകൾ, ഇതൊക്കെ നമുക്കറിയാം. നമ്മളുടെ മുന്നിലുണ്ട് ഇതെല്ലാം. ഞാൻ അങ്ങോട്ട് പഴയതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു പോയത് പുനരധിവാസത്തിനോ ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾക്കോ പണം ഒരു തടസ്സമാകില്ല എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണ്ടേ? നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി പണം തരില്ല എന്ന് പറഞ്ഞത് എവിടെയാണ്? ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ സംസ്ഥാനം കൊടുത്തത് കള്ളക്കണക്കല്ല, പക്ഷേ പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയുന്നു. പെരുപ്പിച്ച കണക്കാണ് എന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രി വയനാട്ടിൽ നടത്തിയ സഞ്ചാരം അത് പതിവ് സഞ്ചാരമല്ലായിരുന്നു. എല്ലായിടത്തും നടന്ന് കണ്ടുകൊണ്ട് എല്ലാം ബോധ്യപ്പെട്ട് കുഞ്ഞുങ്ങളെ അടക്കം ആശുപത്രിയിൽ പോയി ചെന്ന് കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറയുകയും ചെയ്തു എങ്ങനെ വേണമെങ്കിലും സഹായിക്കുമെന്ന്. അങ്ങനെ സഹായിക്കുമെന്ന് ഇവിടെ ഉറപ്പ് നൽകിപ്പോയ പ്രധാനമന്ത്രിയാണ്. അവിടെ അപ്പോൾ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം എന്താണ്? എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇത്ര ദിവസമായിട്ടും അതിൽ വിവരമില്ല എങ്കിൽ അതിലൊരു വ്യക്തത വരുത്തണം. എന്താണ് ജനത്തിനോട് ഈ പറയുന്നതിൽ ഒരു രഹസ്യ സ്വഭാവം എന്തിനാണ്? ഇവിടെ സ്മൃതി, രഹസ്യ സ്വഭാവത്തിൻ്റെ പ്രശ്നമൊന്നും ഈ വിഷയത്തിലില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയും പക്ഷേ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാര്യവും. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു കാര്യമാണെന്നാണ് തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്താണെന്നറിയാമോ, നമ്മളൊരു വ്യക്തിപരമായ ലോൺ എടുക്കുകയാണെങ്കിൽ പോലും ബാങ്ക് ആണെങ്കിലും മറ്റേതൊക്കെ സ്ഥാപനങ്ങളാണെങ്കിലും DPR ചോദിക്കും, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ DPRന് നമുക്കിഷ്ടമുള്ളതുപോലല്ല. DPRന് ഒരു നോംസ് ഉണ്ട്. ബാങ്കുകൾക്ക് പോലും കൃത്യമായ നോംസിലാണ് DPR ഉണ്ടാക്കുന്നത്. DPR തയ്യാറാക്കാൻ തന്നെ ആൾക്കാരുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്ര നല്ല നിലവാരത്തിലുള്ള DPR തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രശ്നം ഇപ്പോൾ കോടതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? പാലായിലെ ജെയിംസ് വടക്കനാണ് ഈ വിഷയം ഒരു കത്തായിട്ട് ചീഫ് ജസ്റ്റിസിന് അയക്കുന്നത് കേരള ഹൈക്കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാറോട് ഈ കത്ത് ഒരു റിട്ട് പെറ്റീഷനായിട്ട് റെഡിയാക്കി കൊണ്ടുവരാൻ പറയുന്നു. സുഗമമായിട്ട് ഹൈക്കോടതി ജയശങ്കർ നമ്പ്യാരുടെ ബെഞ്ചിലേക്ക് കേസ് വിടുന്നു, ജസ്റ്റിസ് ശ്യാംകുമാറും. അങ്ങനെയാണ് അവരുടെ ഇതിലേക്ക് കേസ് ചെല്ലുന്നത്. പിന്നെ അവർ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അത് നമ്മുടെ രഞ്ജിത്ത് അമ്പാനാണ് അമിക്കസ് ക്യൂറി. അപ്പോൾ അമിക്കസ് ക്യൂറിയുടെ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറി. ആ അമിക്കസ് ക്യൂറിയും കൂടെ ചേർന്നാണ് ഹൈക്കോടതിയെ ഈ കാര്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലുമായിരുന്നു ഇതിൻ്റെ ഹിയറിംഗ്. സ്വമേധയാ കോടതി പറയുകയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഹിയറിംഗ് നടത്തും.
ഓർക്കുന്നുണ്ടാവുമല്ലോ സ്മൃതി, ഈ 10,000 രൂപ വെച്ച് ഗ്രാമീൺ ബാങ്കുകാർ പിടിച്ചപ്പോൾ ഹൈക്കോടതിയാണല്ലോ ചെവിക്ക് പിടിച്ചത്, പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവർ തന്നെയാണ്, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാർ ഉണങ്ങുന്ന ബെഞ്ച് തന്നെയാണ് പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ. അത്തരത്തിൽ വെള്ളിയാഴ്ചകളാണ് ഇവരിത് കേട്ടതിന് ശേഷമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഈ ഉത്തരവിൽ ഈ കോടതിയിൽ ഈ കേസ് റിട്ടായിട്ട് എടുത്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ അവരുടെ അപേക്ഷകളുമായി ചെന്നു. ഖണ്ഡിതമായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പറ്റില്ല, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തന്നെ കക്ഷി ചേർത്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിനുള്ള പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതുമായിട്ട് മുമ്പോട്ട് പോയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമായി ഇത് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുന്ന ഈ 21 പേജ് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇത് കള്ളക്കണക്കിൻ്റെ പ്രശ്നമേ ഇല്ല. കോടതി എവിടെയും ഒരു നിരീക്ഷണത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് കള്ളക്കണക്കുണ്ടെന്ന്, കണക്കിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കൾ തന്നെ ചോദിച്ചില്ലേ 75,000 രൂപ വെച്ച് ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് എങ്ങനെയാണ് ചിലവാവുക? അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് ഇല്ല ഇതിനകത്ത്. ഞാനും വിമർശനം ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഏതെങ്കിലുമൊക്കെ സ്പ്ലിറ്റപ്പ് കൊടുക്കാൻ തയ്യാറായപ്പോൾ എന്തുകൊണ്ട് ഈ 75,000 സ്പ്ലിറ്റപ്പ് ഇല്ല? അത് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ 29-ാം തീയതി കേസ് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ, കേന്ദ്രത്തിൻ്റെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതെന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രശ്നത്തിന് എനിക്കൊരു മറുപടി ശ്രീ ജ്യോതികുമാർ, ഈ ആക്ച്വൽസിൻ്റെ കേസാണല്ലോ താങ്കൾ ചോദിച്ചത്. ഈ ആക്ച്വൽസിനെ പറ്റി ആക്ച്വൽസ് മേ ബി റീഇംബേഴ്സ്ഡ് എന്ന് പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. എവിടെയാണ്? ഇത് പേജ് നമ്പർ 7 റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ്, ആ പാരഗ്രാഫിലാണ് പറയുന്നത് ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ് ആൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി, ബാക്കി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ്, മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽ, ഏത് ദ കോസ്റ്റ്, അത് ടോട്ടൽ അങ്ങനെ തന്നെയാണ്. ദാറ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചിലവായ തുക ഇതാണ് എന്ന് സർക്കാർ പറയുകയാണ് ഈ DPRന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനി കേന്ദ്രത്തിൻ്റെ നോംസ് അനുസരിച്ചാണ് അവർ കട്ട് ഷോട്ട് ചെയ്യുമോ, അത് ആക്ച്വൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ അംഗീകരിക്കുമോ എന്നൊക്കെ പറയുന്നത്. ഇത് ഈ റിപ്പോർട്ടിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, അവസാന ഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ 2024-25 കേന്ദ്ര ഫണ്ട്, സംസ്ഥാന ഫണ്ട്, അതിൻ്റെ പാർട്ടീഷൻ എങ്ങനെയാണ്, 75-25 എത്രയാണ് എന്നൊക്കെയുള്ളത് പറയുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ സംബന്ധിച്ച് യാതൊരു എതിർപ്പ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, അവസാന പേജുകളിലേക്ക് വരുമ്പോൾ ഈ എല്ലാവരെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരെ ഹൈക്കോടതി പറയുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാണ് കള്ളക്കണക്കുണ്ടാക്കിയെന്ന് BJPയുടെ പ്രതിനിധിക്ക് ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ തോന്നുന്നതെന്ന് നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ അത്ഭുതമല്ല തോന്നുക, അമർഷമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത് ഇവരിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത് വയനാട് ദുരന്തമെന്നാണ്. നിങ്ങളൊന്ന് ഓർക്കണം ശ്രീ പ്രശാന്ത് നടവേൽ, ഇവിടെ 9-ാം തീയതി വയനാട്ടിൽ ഒരു പ്രതിഷേധ സംഗമം 2 നടന്നിരുന്നു. ഒന്ന് വയനാട് ദുരന്തഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിംഗ്. അങ്ങനെയല്ല, വയനാട് ദുരന്തഭൂമിയല്ല, വയനാട് സുന്ദരമായ ഭൂമി തന്നെയാണ്, അവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് 122 പേര് പങ്കെടുത്ത, മറ്റ് കർഷകരും കർഷക നേതാക്കളും ഒക്കെ ആയിട്ടുള്ളവർ പങ്കെടുത്ത മറ്റൊരു മീറ്റിംഗ് അന്ന് തന്നെ വൈകുന്നേരം അവിടെ തന്നെ നടന്നു. അത് 3 വാർഡിലാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ നോക്കണം, രേഖകളിലുണ്ട് ശ്രീ പ്രശാന്ത്. 1970-കളിൽ വയനാടിൻ്റെ 70% വരുമാനം എന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത് കാർഷിക മേഖലയിലായിരുന്നു. ഇപ്പോഴോ സ്റ്റേറ്റിൻ്റെ എക്കണോമിക് റിവ്യൂ തന്നെ നോക്കിയാൽ മതി, ഇപ്പോൾ 92% ഫ്രം ടൂറിസം. അതാണിപ്പോൾ വയനാട്. ആ നിലയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ കൃഷിക്കാർക്കാണോ? ഈ 3 ഗ്രാമപഞ്ചായത്തിൽ 10, 11, 12 വാർഡുകൾ, ഏത് മേപ്പാടി പഞ്ചായത്തിലെ, അവിടെയാണ് ഈ പ്രശ്നം. അതിനെയാണ് നിങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് അവസാനം ഈ തരത്തിലേക്ക് മാറ്റുന്നതെന്ന് ഓർക്കണം. അവിടെ കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കിയത്രേ. എന്ത് കള്ളക്കണക്ക്? ജ്യോതികുമാർ വിമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി, പ്രശാന്ത് മലവയൽ, താങ്കളൊരു BJPക്കാരൻ മാത്രമല്ലല്ലോ, താങ്കളുടെ നാടാണ്, അവിടുത്തെ പുനരധിവാസമാണ്, അവിടെ പുനർനിർമ്മാണമാണ്. അതിന്റെ വിഷയത്തിൽ ഒരു BJPക്കാരനായി മാത്രം പ്രതികരിച്ചാൽ പോരാ. ശ്രീ പ്രശാന്ത് മലവയൽ, കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം വൈകുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുക? സംസ്ഥാനം ചോദിക്കാത്തത് കൊണ്ടാണ് എന്ന രൂപത്തിൽ ഇനി പറയാൻ പറ്റുമോ? അല്ല, ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ജയേന്ദ്രൻ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ BJP പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന്.
അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വയനാടുകാരനാണ്. വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുത്തുമലയെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത്. പുത്തുമലയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇന്നലെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ്. ചോർന്നൊലിക്കുന്ന വീടുകളിലാണ് സാറേ ഇന്നും അവിടെ ആളുകൾ താമസിക്കുന്നത്. ഞാൻ ഈ ദുരന്തത്തിന്റെ മാത്രം കാര്യം പറയാണ്. പിന്നെ മറ്റ് മേഖല എടുത്ത് പരിശോധിച്ചാൽ, നിങ്ങൾ പറഞ്ഞു ടൂറിസം കൊണ്ടാണ് വയനാട് രക്ഷപ്പെട്ടത്. സംശയവുമില്ല, ടൂറിസം കൊണ്ട് തന്നെയാണ്. കാരണം നാണ്യവിളകളുടെ ഒരു വലിയ സംവിധാനം ഉണ്ടായിരുന്ന നാടാണ് വയനാട്. വയനാടൻ കുരുമുളകും വയനാടൻ കാപ്പിയും വയനാടൻ ഇഞ്ചിയും ഒക്കെ പാടെ നശിച്ചപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വന്തമായി ഹട്ടുകളും റിസോർട്ടുകളും തുടങ്ങി ചെറിയ ചെറിയ വില്ലകളും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു വിധത്തിലുള്ള സഹായവും കിട്ടിയതുകൊണ്ടല്ല. ഈ കൃഷി നശിപ്പിച്ചപ്പോൾ അവനവന്റെ ഭൂമിയിൽ അവനവൻ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ, അത് ടൂറിസത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആകർഷിച്ചു കൊണ്ടുണ്ടാക്കിയത്. അങ്ങനെ സ്വന്തം വരുമാനത്തിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് വയനാടിനെ കുറിച്ച് സാർ എന്നെ പഠിപ്പിക്കരുത്. ബാക്കി കാര്യങ്ങൾ എന്താ പറയാ, കണക്കുകൾ പെരുപ്പിച്ച് കള്ളത്തരം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3 കോടി, മൃതദേഹങ്ങളുടെ സംസ്കാരത്തിന് 2.76 കോടി, വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി, ദുരിതാശ്വാസത്തിലെ ക്യാമ്പിന് 11 കോടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കണക്കുകൾ. പിന്നെ എന്താണ് സാറേ ഇവിടെ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇനി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനാണ് ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചതെങ്കിൽ, പെരുപ്പിച്ച് കാണിച്ചത് കള്ളത്തരമല്ല എന്നാണ് പറയുന്നത്. ശരി, നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? ആക്ച്വലായിട്ട് എത്ര രൂപ കേന്ദ്ര മാനദണ്ഡം? ശ്രീ പ്രശാന്ത് മലവയൽ, ഒരു വീടിന് 1.3 ലക്ഷമാണ് കിട്ടുക, ഒരു പൂർണ്ണമായ തകർന്ന വീടിന്. അത് മതിയോ? മേഡം, ആര് പറഞ്ഞു അങ്ങനെ? മുഖ്യമന്ത്രി പറഞ്ഞു. ഞാനത് നേരത്തെ ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു അത്രേ തരുള്ളൂ എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞോ? കേന്ദ്ര മാനദണ്ഡ പ്രകാരം അത്രയാണ് കിട്ടുക. ടൗൺഷിപ്പിന് മേഡം അതല്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? പ്രധാനമന്ത്രി ഇവിടെ ഇരുന്ന് സംസാരിച്ചത് പിന്നെ എന്താണ്? ഒരു 3/4 മണിക്കൂറോളം ജില്ലയുടെ കളക്ടറേറ്റ് ആസ്ഥാനത്ത് പറഞ്ഞപ്പോൾ ഇവരെന്താണ് തിരിച്ചു ചോദിച്ചത് എന്നാണ് എന്റെ ചോദ്യം. അതായത് SDRF മാനദണ്ഡ പ്രകാരമല്ല കേരളത്തിന് സഹായം നൽകുന്നത്. ഒരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പണം, ഒരു പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കാതെ അത് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ കൂടുതൽ കാണിച്ച് അതിന്റെ പകുതി കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഇത് കള്ളത്തരമല്ല എന്ന് ആരാ പറയാ? പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് കേന്ദ്ര സഹായം വൈകുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അതിവിടെ നാട്ടുകാരും സ്വാഭാവികമായിട്ടും പത്രങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ 3 ഘട്ടങ്ങളുണ്ട് മാഡം. ഒന്ന്, ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ സമയമാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ സമയത്ത് കേന്ദ്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ബെയിലി പാലം അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. കേന്ദ്രത്തിന്റെ 3 സേനകൾ, ആർമിയും നേവിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തീരട്ടെ. അതായത് 1ാം ഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു വീഴ്ചയും അക്കാര്യത്തിലില്ല. ഇനി 2ാം ഘട്ടം, ടെമ്പററി പുനരധിവാസത്തില് ആളുകൾ സ്വമേധയാ വീടുകളിലേക്ക് പോകുന്നു. ആളുകൾക്ക് വീടുകൾ കണ്ടെത്തി കൊടുക്കുന്നു, വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുന്നു. ആ വാടക വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നോക്കും മേഡം, ഇവിടെ എവിടെയാണ് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമായി വരുന്നത്? ഇവിടെ ഇതെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിനാണ് കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് സാധാരണ ജനങ്ങളും അല്ലാതെയും ഒക്കെ, നേരത്തെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളടക്കമുള്ള ആളുകൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രശാന്ത് മലവയൽ, ഒരു മിനിറ്റ് ശ്രീ പ്രശാന്ത് മലവയൽ, താങ്കൾ എടുക്കുന്ന ഒരുപാട് സമയവും അതിന്റെ നടപടിക്രമങ്ങൾ താങ്കൾ വിശദീകരിക്കുന്നല്ലോ. ഞാൻ എന്റെ വാദം പറയൂ. ഞാൻ അതിലേക്കാണ് വരുന്നത് മേഡം. അതെന്താ നിങ്ങൾ പറയാനാണ്? പെർമനന്റ് പുനരധിവാസത്തിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ പറ്റൂ, ഒരു സംശയവുമില്ല. ആ കൂടിയേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് ഞങ്ങളും നിങ്ങളും ഒക്കെ നിൽക്കുന്നത്. എന്താണ് പ്രൊജക്ട് കൊടുത്തിട്ടുള്ളത്?
ഡീറ്റെയിൽ ആയിട്ട് പ്രൊജക്ട് എവിടെയാണ് സമർപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് പുനരധിവസിപ്പിക്കുന്നത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രശാന്ത് മലവയൽ, ഇല്ല ഒരു മിനിറ്റ് ശ്രീ പ്രശാന്ത് മലവയൽ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രധാനമന്ത്രി പറന്നുപോയി പെട്ടെന്ന് തുക പ്രഖ്യാപിക്കാറുണ്ട്. ഇവിടെ മാത്രം എല്ലാം മാനദണ്ഡവും കണക്കുകളും ദിവസവും വരികയാണ്, അതിന് നടപടിക്രമം വരികയാണ്. അത് താങ്കൾ അടുത്ത ഘട്ടത്തിൽ വിശദീകരിച്ചോളൂ. അല്ല, വേറെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊന്നും ഇല്ലാത്ത കാര്യം കേരളത്തിൽ സംഭവിക്കുകയാണ്. ചെലവില്ലാത്തപ്പോൾ പെരുപ്പിച്ച് കാണിച്ച ശവസംസ്കാരത്തിനടക്കം 75,000 രൂപ ചോദിച്ച സംസ്ഥാനത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് കിട്ടിയാലേ കൊടുക്കുള്ളൂ. കാരണം ഇത് നിങ്ങൾ കണ്ടത് ആ കണക്കൊക്കെ ഇന്നല്ലേ കണ്ടത്? അതെന്തൊരു വാദമാണ്? നിങ്ങൾ വയനാട്ടിലിരുന്ന് പറയാവുന്ന ഒരു വാദമാണോ ശ്രീ പ്രശാന്ത് മലവയൽ? താങ്കൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? താങ്കൾക്ക് അവിടെ വീടില്ലാതെ ക്യാമ്പുകളിലും വാടക വീട്ടിലും താൽക്കാലികമായി കഴിയുന്നവരെ താങ്കൾക്ക് നാളെയും കാണണ്ടേ? ഇന്ന് ഇറങ്ങുമ്പോഴും കാണണ്ടേ? അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പോകുന്നത് ഇതിനെ. ശരി, പി കെ ഫിറോസ്, ശരി, ഞാനൊന്ന് യൂത്ത് ലീഗിലേക്ക് പോകുന്നു. ശ്രീ പി കെ ഫിറോസ്, ദുരന്ത സമയത്ത് ഇവിടെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതാണല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയും പരസ്പരം കുറ്റപ്പെടുത്താതെ. എന്താണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്? മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കണ്ടത് ആ ഐക്യമാണല്ലോ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു കണക്ക് കോടതിയിൽ സത്യവാങ്മൂലമായി കൊടുക്കുന്നത് അത് പെരുപ്പിച്ച കണക്കാണ് എന്നുള്ളതായിരുന്നല്ലോ രാവിലെ വധവാർത്ത. പക്ഷെ അതങ്ങനെയല്ല, എസ്റ്റിമേറ്റ് തുകയാണ്, ഇത്രയും വേണ്ടി വരും എന്ന കണക്കാണ് പറഞ്ഞത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന വാർത്താക്കുറിപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാർത്താക്കുറിപ്പും താങ്കൾ കണ്ടിരിക്കും. എന്താണ് ഈ കാര്യത്തിൽ യൂത്ത് ലീഗിന് പറയാനുള്ളത്? സ്മൃതി, ഒന്നാമത്തെ കാര്യം, ഈ കണക്ക് AKG സെന്ററിൽ കൊടുത്ത കണക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ കൊടുത്ത കണക്കല്ല. ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച കണക്കാണ്. ആ കണക്കിനകത്ത് ഇപ്പൊ സർക്കാർ പറയുന്നത് അത് ചെലവഴിച്ച തുകയല്ല എന്നതാണ്. ചെലവഴിച്ച തുകയല്ല എന്നതാണ് നമ്മുടെയും പ്രശ്നം. കാരണം ഇപ്പോ സംസ്കാര ചടങ്ങിന് ഇവിടെ പറഞ്ഞല്ലോ 75,000 രൂപ ചെലവ് വന്നു. സർക്കാരിന് യഥാർത്ഥത്തിൽ 75,000 രൂപ ചെലവ് വന്നിരുന്നുവെങ്കിൽ ആർക്കും പരാതി ഉണ്ടാകുമായിരുന്നില്ല. സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാൻ 10 കോടി ചെലവാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ എന്തിനാണ് സർക്കാർ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചത്? അതിന്റെ താല്പര്യം എന്താണ്? ഇവർ പറയുന്നത് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് സ്മൃതി, ഈ വളണ്ടിയർമാരുടെ പേരിൽ വേണ്ടിയിരുന്നോ രാവും പകലും ഒരു ഭക്ഷണം പോലും കഴിക്കാതെ മര്യാദക്ക് ഉറങ്ങാൻ പോലും സ്ഥലമില്ലാതെ 2 മാസത്തോളം അവിടെ കഠിനാധ്വാനം ചെയ്ത ഈ വളണ്ടിയർമാരുടെ പേരിലാണോ ഈ കള്ളക്കണക്ക് എഴുതി വാങ്ങേണ്ടിയിരുന്നത്? മരിച്ചു കിടക്കുന്ന ആളുകൾ, അവരെ പേരിലായിരുന്നു അവരെ അപമാനിക്കുന്ന ഒരു നിലപാടല്ലേ 75,000 രൂപ സംസ്ഥാന സർക്കാർ എഴുതി വാങ്ങാൻ വേണ്ടി ശ്രമിച്ചത്? അങ്ങനെ എത്ര, ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, 4,126 പേർക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി സർക്കാർ ചെലവാക്കിയത് 11 കോടി, അല്ലെങ്കിൽ അനുമാനം 11 കോടി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 26,000 രൂപയുടെ വസ്ത്രം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ അവർക്ക് വാങ്ങാൻ ചെലവുണ്ട് എന്നൊരു കണക്ക് പറയുമ്പോൾ ആ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ അപമാനിക്കുന്ന പി കെ ഫിറോസ്, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു കണക്ക് ഫോണിൽ വിളിക്കണം, ടെലിഫോണിൽ വിളിക്കണം. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഇപ്പോൾ CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ. സരൺകുമാർ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് കെ. സരൺകുമാർ, ഇപ്പോൾ കേട്ടല്ലോ, ഫിറോസ് പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് വ്യക്തമായിരിക്കും. ഇത് പെരുപ്പിച്ച കണക്ക് എന്നുള്ളത് ഒരു വാദമായി തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. നിങ്ങൾ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുമ്പോൾ അത് പെരുപ്പിച്ച കണക്കാണ്, കോടതിയിലും കള്ളം പറയുകയാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് മറുപടി? ആദ്യം BJP പ്രതിനിധി പറഞ്ഞ വാചകമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിന് 2 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള സഹായവും തരാത്തതെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ത്രിപുരയിൽ ഇതിന് ശേഷമാണ് ഒരു പ്രളയം ഉണ്ടായത്. ആ പ്രളയമുണ്ടായ അന്ന് രാത്രി തന്നെ 40 കോടി രൂപ ത്രിപുരയ്ക്ക് അനുവദിച്ചു. ഒരു കണക്കും എസ്റ്റിമേറ്റും ഒന്നും ഇല്ലാതെയാണ് ത്രിപുരയ്ക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആന്ധ്ര തെലങ്കാനയിൽ പ്രളയമുണ്ടായി. 3,448 കോടി രൂപയാണ് കേന്ദ്രമന്ത്രി ശിവരാജ് ചൗഹാൻ പ്രഖ്യാപിച്ചത്. ഒരു നിവേദനമില്ല, എസ്റ്റിമേറ്റും ഇല്ല, ഒന്നുമില്ല, അടിയന്തര സഹായമായിട്ട് അനുവദിച്ചു. ഈ കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് 1 മാസവും 6 ദിവസമായി. ഓഗസ്റ്റ് മാസം 10-ാം തീയതി വന്നതാണ്. 1 രൂപ പോലും, നയാ പൈസ പോലും കേരളത്തിന് അനുവദിച്ചിട്ടില്ല. അതിനുശേഷം പ്രളയം നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചോദിച്ച ചോദ്യം, ഇത് ശരിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ്. ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെലവഴിച്ച തുകയല്ല,
ഇതിന്റെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിലടക്കം വരുന്ന എസ്റ്റിമേറ്റ് ആണ്. ഇതിൽ ഭൂരിഭാഗം ചൂണ്ടിക്കാണിച്ചത് ആക്ച്വൽസ് എന്നതാണ്. കാരണം ഇത് കേന്ദ്രം പാസാക്കിയ നിയമമാണ്, രാജ്യത്താകമാനം നിലവിലുള്ള നിയമം. ആ നിയമത്തിൽ ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിന് ഒരു നോംസ് ഉണ്ട്. ആ നോംസ് പ്രകാരം ഏത് ഹെഡിലാണോ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അതിൽ ആക്ച്വൽസ് പ്രകാരം ക്ലെയിം ചെയ്യാം. അതായത് കൃത്യമായി ഒരു പ്രവൃത്തി നടന്നാൽ കിട്ടുന്ന ബില്ലും അതിന്റെ ടോട്ടൽ എക്സ്പെൻസും വഴി ക്ലെയിം ചെയ്യാം. അങ്ങനെ ക്ലെയിം ചെയ്താൽ കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അനുവദിക്കും. പണം അനുവദിക്കുന്നത് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന്റെ വളരെ കുറഞ്ഞ തുകയായിരിക്കും. നമുക്ക് ഓർമ്മയുണ്ട് 2018 പ്രളയം, നമുക്ക് 26,000 കോടി രൂപയുടെ നഷ്ടം വന്നപ്പോൾ 6,000 കോടി നമ്മൾ ക്ലെയിം ചെയ്തു. കിട്ടിയത് 2,904 കോടി രൂപ മാത്രമാണ്. 2019 പ്രളയം നമ്മൾ 2,400 കോടി രൂപ ക്ലെയിം ചെയ്തു, ഒറ്റ പൈസ കിട്ടിയില്ല. അതായത് ക്ലെയിം ചെയ്യുമ്പോൾ നോംസ് പ്രകാരം ആക്ച്വൽസ് ഒരു പ്രവൃത്തി നടന്നു, ഭൂരിഭാഗം ബില്ലൊക്കെ പരിശോധിച്ച് പൂർണ്ണമായി നടന്നാൽ എത്ര രൂപയാണോ ചെലവാകുന്നത് അതനുസരിച്ച് ക്ലെയിം ചെയ്യാം. അങ്ങനെ നോംസ് പ്രകാരമുള്ള ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അത് വർഷങ്ങളായി ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് UDFന്റെ കാലത്തും ഒക്കെ 2005 ശേഷം ഇവിടെ വിവിധ പ്രകൃതി ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ റെപ്രസെന്റേഷൻ തയ്യാറാക്കി കൊടുക്കുന്നത് പോലെയുള്ള ഒരു മെമ്മോറാണ്ടമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് കേന്ദ്രത്തിന് അയച്ചത്. ഇപ്പൊ ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് കള്ളക്കണക്ക് കൊടുത്തു എന്നാ? ഹൈക്കോടതിയിൽ ഒരു കണക്കും കൊടുത്തിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു കേന്ദ്രത്തിന് കൊടുത്ത നിവേദനത്തിന്റെ കോപ്പി ഹാജരാക്കാൻ പറഞ്ഞു. അമിക്കസ് കുറിയ വച്ച കേസാണ്. നിവേദനത്തിന്റെ കോപ്പിയാണ് ഹാജരാക്കിയത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ നിവേദനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു കള്ളക്കണക്കും കൊടുത്തതല്ല. ഇവിടെ 2018 ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് 102 കോടി രൂപ അതിനായി ക്ലെയിം ചെയ്തു. എയർഫോഴ്സിന് 130 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു, നമ്മൾ കൊടുത്തു. അരിക്ക് വരെ പിന്നീട് പണം ചോദിച്ചു, നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അനുവദിച്ച തുകയിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ പട്ടാളം വന്നതും പോലീസ് വന്നതും ഫയർഫോഴ്സ് വന്നതും മറ്റെല്ലാ തരത്തിലും ചെലവായതും അതുപോലെ വീട് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരു വീട് നഷ്ടപ്പെട്ടാൽ ആകെ കിട്ടുന്നത് 1,30,000 രൂപ മാത്രമാണ്. 5,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും 400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും കിട്ടുന്ന തുക ഒരേ തുകയാണ്. അതുകൊണ്ട് ആക്ച്വൽസ് പ്രകാരം പൂർണ്ണമായി ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മലയാളം യാഥാർത്ഥ്യത്തിലുള്ളത്, ഒരു യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു. ആ എസ്റ്റിമേറ്റ് കേന്ദ്രം പരിശോധിക്കട്ടെ, പരിഗണിക്കട്ടെ. ഇപ്പോ 2 മാസമായി ഒരു 5 പൈസ പോലും തന്നിട്ടില്ല. നമ്മുടെ നിവേദനത്തിൽ ഒരഭിപ്രായവും കേന്ദ്രം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ക്വറീസ് ചോദിച്ചിട്ടില്ല. ഇന്ന ഹെഡ് നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നോ അത് തുക കൂടിപ്പോയി എന്നോ പറഞ്ഞിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ സെപ്റ്റംബർ 6 ഹൈക്കോടതിയിൽ വന്ന ഒരു ഇടക്കാല ഉത്തരവ് 11 ദിവസം കഴിഞ്ഞ് എടുത്ത് ഇതുവരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാക്ഷേപവും ഗവൺമെന്റ് സംവിധാനത്തിനോ മറ്റനുബന്ധ രംഗത്തിറങ്ങി വരുന്ന കേരളം കൊടുത്തോ? കേന്ദ്രത്തിന്റെ നിലപാട് അതോട് ഒരു വിമർശിക്കാവുന്ന കാര്യമാണ്. താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് കൊടുത്തോ? നമ്മൾ നിവേദനമാണ് കൊടുത്തത്. കാരണം ഇപ്പോഴും പുനരാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, പ്രതികരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇപ്പോൾ 28-ാം തീയതി ദുരന്തം നടന്നു, 9-ാം തീയതി കേന്ദ്ര സംഘം വന്നു, 10-ാം തീയതി പ്രധാനമന്ത്രി വന്നു, 14-ാം തീയതി തന്നെ ഇത് തയ്യാറാക്കി കൊടുത്തു. ഇതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനല്ല പണം കിട്ടുന്നത്, കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കിട്ടുന്നത്. നമ്മൾ എത്ര ഡിമാൻഡ് ചെയ്താലും അതിലൊരു ചെറിയ തുക കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമായി ഇൻഡിവിജ്വലായി ഓരോ കേസും പരിഗണിക്കും. ഇവിടെ പറഞ്ഞല്ലോ ബറിയലിന് വേണ്ടി അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് വേണ്ടി ഇത്ര രൂപ ക്ലെയിം ചെയ്ത് വന്ന തുകയിൽ നിന്നും ഓരോ ഇൻഡിവിജ്വലായി ക്ലെയിമും കൃത്യമായി അതിന്റെ ബില്ലും അതിന്റെ എക്സ്പെൻസും രേഖകൾ പരിശോധിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ട് മാത്രമാണ് പണം കൊടുക്കുക. ഏതെങ്കിലും തരത്തിൽ എക്സസ് വന്നോ അത് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിൽ കിടക്കും. അത് ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല, ഓഡിറ്റിങ്ങിന് വിധേയമാണ്. നേരത്തെ ഉയർന്നിട്ടുണ്ട് വയനാട് സംഭവത്തിലല്ല, അതല്ലാതെ അതൊരു മറ്റൊരു വിമർശനമായി കിടക്കുന്നുണ്ട്. അരുൺ, ഞാൻ പി കെ ഫിറോസ്, താങ്കൾ നേരത്തെ പറയുന്ന ഘട്ടത്തിൽ ശബ്ദം കട്ടായതാണ്. ഇത് പെരുപ്പിച്ച കണക്കല്ല, പ്രപ്പോസലാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. മാത്രമല്ല ഒരു തുക ചോദിച്ചാൽ ആ തുക കിട്ടുന്ന ഒരു പതിവ് ഉണ്ടായിട്ടില്ല. നമ്മളുടെ അനുഭവം അതാണ്. 6,000 കോടി നേരത്തെ പ്രളയകാലത്ത് ചോദിക്കുമ്പോൾ കിട്ടിയത് എത്രയാണെന്ന് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. സ്മൃതി, ഇത് കിട്ടുന്നോ കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കാർ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ മുമ്പാകെ ഒരു കണക്ക് സമർപ്പിക്കുമ്പോൾ വിശ്വസനീയമായ കണക്ക് കൊടുക്കണ്ടേ? കേന്ദ്രം കൊടുക്കുന്നില്ല, കേന്ദ്രം നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് യോജിച്ച പോരാട്ടം നടത്തണം, അതിനകത്ത് അതൊരു തർക്കമില്ല. അവിടെ ഒരു അവിശ്വസനീയമായ ഒരു കള്ളക്കണക്ക് അത് കൊടുക്കുന്നതിന്റെ താല്പര്യം എന്താണ്?
അതിന് കൃത്യമായ ഉത്തരം ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു നോംസും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ, അരുൺകുമാർ പറഞ്ഞല്ലോ, നോംസിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. ഏത് നോംസ്? സംസ്കാര ചടങ്ങിന് 75,000 അങ്ങനെ നോംസ് ഉണ്ടോ? ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ 28,000 രൂപ അവർക്ക് വസ്ത്രം വാങ്ങിക്കാൻ ഒരു കണക്ക് എഴുതുമ്പോൾ അവർക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവും? അപ്പൊ ആ ഏത് നോംസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത്? അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഞാൻ ഫിറോസ്, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്നത് ഇത് പെരുപ്പിച്ച കണക്കാണ് എന്നൊരു തോന്നൽ കോടതിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത്? അല്ല, കോടതിക്ക് അറിയില്ലല്ലോ. പിന്നെ കോടതിക്ക് അറിയോ ഇത് സർക്കാർ ചെലവാക്കിയിട്ടുണ്ടോ, ഇതിന്റെ ചെലവ് എത്രയാണ്? ഇനി പിന്നീടല്ലേ പരിശോധിക്കാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കോടതി അതും പരിശോധിക്കും. പിന്നെ ഇവിടെ അരുൺകുമാർ ഒരു കാര്യം കൂടി പറഞ്ഞു, അതോട് പറയട്ടെ സ്മൃതി, സർക്കാരിനെ കുറിച്ച് ഒരു പരാതി ഉണ്ടായിട്ടില്ല ഇതുവരെ. ആര് പറഞ്ഞു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളത്? ഞങ്ങളൊരു ദുരന്ത മുഖത്തായതുകൊണ്ട് പരമാവധി ദുരന്ത മുഖത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മളെല്ലാം അതിനോട് യോജിച്ച് പ്രവർത്തിച്ചു. ദുരന്തം വരുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ, ദുരന്തം വന്നതിന് ശേഷം അടിയന്തര സഹായം, ഞാൻ പറയട്ടെ, അടിയന്തര സഹായം സർക്കാർ പിന്നെ 1 രൂപ പോലും കൊടുക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മുഴുവൻ ആളുകൾക്കും 15,000 രൂപ വീതം കൊടുത്തതിന് ശേഷമാണ് സർക്കാർ 10,000 കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ അടിയന്തര സഹായം കൊടുത്തില്ല. ഞങ്ങൾ 4 ദിവസം തുടർച്ചയായി ഭക്ഷണം എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കൊടുത്തു. ഒരു കാരണമില്ലാതെ ആ ഭക്ഷണം പന്തൽ വന്ന് കൂട്ടിച്ചു. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടോ? അരുൺകുമാർ പറയട്ടെ, അവിടെ പിന്നെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് പ്രപ്പോസൽ ആയിട്ടുണ്ടോ? അതിന്റെ പ്ലാൻ ആയിട്ടുണ്ടോ? സർക്കാർ എന്ത് കാര്യമാണ് സർക്കാർ ചെയ്തത്? മലയാളികൾ ഒരു ദുരന്തമുണ്ടായപ്പോൾ ചേർന്ന് നിന്ന് എല്ലാം മറന്ന് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? ഒരുപാട് പ്രപ്പോസലുകൾ സർക്കാരിന്റെ മുന്നിലുണ്ട് താനും. തീർച്ചയായിട്ടും സർക്കാരിന് കിട്ടിയ പണം ഉണ്ടല്ലോ, ആ പണത്തിന് തന്നെ അടിയന്തര സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയന്തരമായിട്ട് കൊടുക്കേണ്ട പണമല്ലേ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 15,000 കൊടുത്തതിന് ശേഷമാണ് 10,000 പോലും കൊടുക്കാൻ തയ്യാറായത്? സർക്കാർ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ചെയ്തത്? ഇത് പറയാതിരുന്നത് ഒരു ദുരന്ത മുഖത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന ഒരു മര്യാദ കൊണ്ട് മാത്രമാണ്. ശരി, ആ രാഷ്ട്രീയ മര്യാദ നിങ്ങൾ ഇതുവരെ കാണിച്ചു. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുവരെ വിമർശിക്കാതിരുന്നതിന്റെ കാരണമായി പറയുന്നത് അതാണല്ലോ, ഈ ദുരന്ത സമയത്ത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അത് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനി വിമർശത്തിന്റെ സമയത്തേക്ക് കടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണോ നിങ്ങൾക്ക് വിമർശനം എന്നതൊരു ചോദ്യമല്ലേ? കേന്ദ്ര സർക്കാർ ഇവിടെ ഒന്നും നോക്കണ്ട, ഒരു നടപടിക്രമവും നോക്കണ്ട, എത്ര വേണമെങ്കിലും തരാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോയിട്ട് 2 മാസമാവുകയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല, മുൻപ് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ എത്ര തുക തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, ഇവിടെ അങ്ങോട്ട് അരി വാങ്ങിയതിന്റെ പണം പോലും തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്ന നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് വളരെ കുറഞ്ഞ തുക, ഒരു വീടിന് 1.3 ലക്ഷം മാത്രം കിട്ടുന്നു എന്നുള്ളത്, അതിലൊരു പരാതി പോലും കോൺഗ്രസിനില്ല എന്നാണോ? ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചൂരൽമലയിലും ആ പ്രദേശത്ത് വയനാട് ജില്ലയിലെ ഇപ്പോൾ ദുരന്തമുണ്ടായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാവർക്കും അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു നൽകണം, അതേപോലെ തന്നെ തിരിച്ചു നൽകാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു തർക്കവുമില്ല. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ പ്രാഥമികമായി അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തുക നൽകേണ്ടതായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായും കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നത് പരമാവധി കൊടുക്കണം എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ പക്ഷേ ഒരു ക്ലെയിം നമ്മൾ വെക്കുമ്പോൾ, ആ ക്ലെയിം വെക്കുമ്പോൾ അതിന് അടിസ്ഥാനം ഉണ്ടാകണം. ഞങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കൊടുത്ത കണക്കാണ് എന്നൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പത്രക്കുറിപ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നാണക്കേട് വല്ലതുമുണ്ടോ? അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് നിയമാനുസൃതം ലഭിക്കേണ്ടത് ചോദിച്ചു വാങ്ങുകയല്ലേ വേണ്ടത്? നിയമാനുസൃതം ലഭിക്കേണ്ടത് ലഭിക്കുക തന്നെ വേണം. ഒരു നയ പൈസ പോലും കുറയ്ക്കാനും പാടില്ല. ഒരു തർക്കവുമില്ല. ഇവിടെ അരുൺകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ സാങ്കേതികത്വം മാത്രം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആക്ച്വൽസിലേക്ക് എത്തുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞത് ആക്ച്വൽ എക്സ്പെൻസ് എത്രയാകുമോ അത്രയും തന്നെ വാങ്ങാമെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ സന്നദ്ധ സേവനം നടത്തിയിട്ടുള്ള ആളുകളുടെ തലക്കെണ്ണി പൈസ വാങ്ങിയാൽ അത് ആക്ച്വൽസ് ആകുമോ? അത് ശരിയാണോ? അത് അവരെ അപമാനിക്കലല്ലേ? ഇപ്പോൾ ഫിറോസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നോക്കൂ, ഇവിടെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ കണക്കുകളനുസരിച്ച് 2.5 പറഞ്ഞിരിക്കും സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിനകത്ത് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് വന്നിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് അലൈഡ് വർക്ക് ആക്ച്വൽസ് 1 കോടി രൂപ. അവിടെ എന്തായിരുന്നു ബെയിലി പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 1 കോടി രൂപ ചിലവായിട്ടുള്ളത്? അവിടെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നല്ലേ, അവിടെ ഒരു JCB വെച്ച് ഈ പാലത്തിൻ്റെ 2 എൻഡിലും വന്ന് ചേരുന്ന സ്ഥലത്ത് പാറക്കഷ്ണങ്ങൾ പറക്കി അടുക്കി അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു JCB ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ബെയിലി നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 1 കോടി രൂപ ചിലവായിട്ടുള്ളത്? പിന്നെ അദ്ദേഹം ആക്ച്വൽസിനെ കുറിച്ച് വീണ്ടും പറയുകയാണെന്നേ. ആക്ച്വൽസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം, ഇവിടെ ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആ നോംസിനകത്ത് വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. അത് പറയുന്നത് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് ബേസ്ഡ് ഓൺ അസസ്മെന്റ് ഓഫ് നീഡ് ബൈ SECs. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചാണ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, SEC ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം ഇൻ കേസ് ഓഫ് NDRF. അപ്പോൾ സംസ്ഥാനത്തെ ഈ പറയുന്ന SDRFന്റെ ടീം അസസ് ചെയ്ത് അതിനെ സംബന്ധിച്ച് പിന്നീട് സെൻട്രൽ NDRFന്റെ ടീം റെക്കമെൻഡ് ചെയ്യുന്ന തുകയാണ് ആക്ച്വൽ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത്ര ആകുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എഴുതിയെടുത്തോളാം എന്ന് പറയുന്നത് സ്വാഭാവികമായി ന്യായീകരിക്കത്തക്കതല്ല. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്ത, നിലപാടെടുക്കാത്ത, കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ലെന്നേ. കോടതിയിൽ ഇത് കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് അറിയില്ലായിരുന്നു. കോടതിയിൽ ഇത് കൊടുക്കേണ്ടി വന്നത് കോടതി സ്വമേധയാ കേസെടുത്ത് അത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ്. ഇത് സ്മൃതി പറഞ്ഞതുപോലെയല്ല, കഴിഞ്ഞ 27-ാം തീയതിയാണ് ഇത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്ന, ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് സമർപ്പിച്ചിട്ടുള്ളത് 23/8/2024 ഈ സോക്കാൾഡ് എന്താ അവർ പറയുന്നത്, ഒരു പർട്ടിക്കുലർ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ് മെമ്മോറാണ്ടം കേരള എന്ന് പറയുന്ന ഡോക്യുമെന്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് 17-ാം തീയതി തയ്യാറാക്കിയതാണെന്നും കോടതി പറയുന്നുണ്ട്. 17-ാം തീയതി തയ്യാറാക്കി എന്ന് പറയുമ്പോൾ ഏകദേശം 10-20 ദിവസത്തോളം ഈ സംഭവം ഉണ്ടായി 20 ദിവസത്തിന് ശേഷമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. ഈ ഡോക്യുമെന്റ് തയ്യാറാക്കി നൽകിയിട്ടുള്ളതും സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു തുക പോലും, 1 രൂപ പോലും കേന്ദ്രത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അഡ്വാൻസ് ചെയ്ത് തുക നൽകേണ്ടതായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെ തുക ലഭിക്കാൻ വേണ്ടി എത്ര ദൗർഭാഗ്യകരമാണ്. ഒരു മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്തെഴുതിയ കണക്കാണ്, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കള്ളക്കണക്ക് എഴുതി കൊടുത്താണെന്ന് പറയുന്ന രീതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ ആകേണ്ടത്? അതിന് ഇത്തരത്തിൽ ശവമടക്കിൻ്റെ തുകയൊക്കെ 1 രൂപ പോലും ചിലവാകാത്ത തുക പോലും എഴുതി കണക്ക് കൂട്ടി 75,000 രൂപ വെച്ച് തലക്കെണ്ണി മേടിക്കുന്നതാണോ ശരി? അപ്പോൾ അത് സ്വാഭാവികമായി കേരളീയ സമൂഹത്തിൽ ചർച്ചയാകുമെന്നേ. ഇത് ആരുടെയൊക്കെ തല ചൂണ്ടിക്കാണിച്ചിട്ടാണ്. പക്ഷേ ഈ രൂപത്തിൽ ഈ ചർച്ച പോയാൽ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പക്വതയുണ്ടല്ലോ, ആ പക്വത ഈ കാര്യത്തിൽ എടുത്തില്ല എങ്കിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, എന്തൊക്കെ പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിൽ 3-4 ദിവസത്തിൽ പ്രകൃതി ദുരന്തമുണ്ടായി 2ാമത്തെ ദിവസം തന്നെ അവിടേക്ക് പറന്നു പോവുകയും അവിടെ നിന്ന് തുക പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉദാഹരണങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ശരിയാണ്, നമ്മളെ സംബന്ധിച്ച് അതല്ല അനുഭവം, ദുരനുഭവങ്ങളാണ് കൂടുതൽ എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യമുണ്ടല്ലോ. കൊടുക്കണ്ടേ? എന്ന് കൊടുക്കും? അതെങ്കിലും പറയണ്ടേ? അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കേൾക്കാമോ? ശരി, ശ്രീ പി കെ ഫിറോസ് കേൾക്കാമല്ലോ. ഫിറോസ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് വിമർശനമില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു, നിങ്ങൾ അത് പറയുന്നത് ഇത് ഒരു പെരുപ്പിച്ച കണക്കാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് നിന്ന് കേന്ദ്രം സഹായം തരാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പരാമർശവും വിമർശനവും ഇല്ലാത്തത്? ആര് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണം, കേന്ദ്രത്തിന്റെ നിലപാട് ശരിയല്ല എന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ CPM-മായി രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് അത് നേടിയെടുക്കണമെന്ന് സർവകക്ഷി യോഗത്തിലടക്കം UDF നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP എടുക്കുന്ന, കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം, കേരളത്തോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം ശരിയല്ല എന്ന് ശക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ആ നിലപാട് പറയേണ്ട വേദികളെല്ലാം പറഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അതോടൊപ്പം കേന്ദ്രം ചെയ്യാതിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോ അത് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി അരുൺ, ഒറ്റ വേഗം പറഞ്ഞു തീർക്കണം. എന്താണ് ഡീറ്റെയിൽ പ്രോജക്ട് വൈകുന്നത്? അതിനൊരു സമയമുണ്ടോ? എന്ന് കൊടുക്കുമെന്നെങ്കിലും പറയാമോ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും പ്രകൃതി ദുരന്തമുണ്ടായാൽ അടിയന്തരമായിട്ടുള്ള സഹായം അടിയന്തരമായിട്ട് തന്നെ അനുവദിക്കും. അതുകൊണ്ടാണല്ലോ അതിന് അടിയന്തര സഹായം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് കണ്ടുപോയിട്ട് 35 ദിവസമായി.
നമ്മൾ പ്രതീക്ഷിച്ചു. സർവകക്ഷി യോഗത്തിലെല്ലാം അത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ട് കേരളത്തോട് മാത്രം ഇത്ര അവഗണന? പ്രധാനമന്ത്രി കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു, ദുരന്ത മേഖല സന്ദർശിച്ചു, മണിക്കൂറുകൾ ചെലവഴിച്ചു. അന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ സ്മൃതി നയിച്ച ചർച്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, വളരെയധികം പ്രതീക്ഷയുണ്ട്, ഈ കേരളത്തിന്റെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമുണ്ടല്ലോ. ഇതുവരെ ഒരു ആരോപണമോ ആശയമോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും ഉന്നയിച്ചിട്ടില്ല. കാരണം എല്ലാവരെയും വീടുകളിലേക്ക് വാടക വീടെടുത്തു മടങ്ങി, അവരുടെ താമസം, സ്കൂളുകൾ പുനരാരംഭിച്ചു, എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുകയാണ്. അടിയന്തര സഹായം അടിയന്തരമായിട്ട് തന്നെ നമുക്ക് വേണം. ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ മറ്റു കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും അസസ് ചെയ്തെടുക്കുവാനും അതുപോലെ ആ നാടിനെ പുനർനിർമ്മിക്കാൻ, അവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആക്ഷേപം അല്ലെങ്കിൽ ഈ ആരോപണം നമുക്ക് കിട്ടാനുള്ള സഹായം കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകും. യാഥാർത്ഥ്യം ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചർച്ചയുണ്ടാകേണ്ടതുണ്ട്. ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കാത്തിരിക്കുന്നുണ്ട് അവരുടെ സഹായത്തിനായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എം ജയചന്ദ്രൻ, പ്രശാന്ത് മലവയൽ, പി കെ ഫിറോസ്, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്.